ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. Let us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ആകാശവാണി കണ്ണൂർ നിലയത്തിൻ്റെ റേഡിയോ ടീച്ചർ എന്ന ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഫിസിക്സ് ആണ്. ഇന്നിവിടെ പങ്കെടുക്കാൻ 5 ടീമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ടീം അംഗങ്ങളെയും ഓരോരുത്തരെയായി പരിചയപ്പെടാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ തളിപ്പറമ്പ് മൂത്തേടത്ത് ഹൈസ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. പേര് KV പ്രദീപ് കുമാർ. ഇനി നമുക്ക് ഓരോരോ ടീമിനെയായി പരിചയപ്പെടാം. ടീം എ. എൻ്റെ പേര് കൃഷ്ണേന്ദു P. എൻ്റെ പേര് ജായിസ. ഞങ്ങൾ GHSS പാലയാട് സ്കൂളിൽ നിന്നും വരുന്നു. ടീം ബി. എൻ്റെ പേര് നിവേദ്യ രകേശ്. എൻ്റെ പേര് പ്രാർത്ഥന NK. നമ്മൾ രണ്ടുപേരും GHSS പള്ളിക്കുന്ന് സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി. എൻ്റെ പേര് അയന MK. എൻ്റെ പേര് കൃഷ്ണനന്ദ MK. ഞങ്ങൾ രണ്ടുപേരും GHSS ചേലോറയിൽ നിന്ന് വരുന്നു. ടീം ഡി. എൻ്റെ പേര് പ്രസ്വിത് S. നാരായണൻ. എൻ്റെ പേര് അഭിഷേക് TV. ഞങ്ങൾ രണ്ടുപേരും AVS GHSS കരുവള്ളൂരിൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് രശ്വന്തൻ. എൻ്റെ പേര് നിഹാൽ കൃഷ്ണ. നമ്മൾ രണ്ടുപേരും ചെമ്പിലോട് HSS നിന്ന് വരുന്നു. നമുക്ക് ക്വിസ് പ്രോഗ്രാം ആരംഭിക്കാം അല്ലേ? അതിൻ്റെ നിയമാവലികൾ ഇനി പറയാം. സ്കോർ ആദ്യത്തെ 2 റൗണ്ടുകൾക്ക് ഒരു ചോദ്യത്തിന് 5 മാർക്ക് വീതമാണ്. അഥവാ ഉത്തരം കിട്ടിയില്ല എങ്കിൽ ആ ചോദ്യം അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യും. പാസ് ചെയ്ത് ലഭിക്കുന്ന ടീം ഉത്തരം പറയുകയാണെങ്കിൽ 5 സ്കോർ ലഭിക്കില്ല, പകരം 3 സ്കോറായിരിക്കും ലഭിക്കുക. 2 ടീമിന് ഉത്തരം ലഭിച്ചില്ല എങ്കിൽ ഉത്തരം അറിയുന്ന മറ്റേതെങ്കിലും ടീമിന് ഉത്തരം പറയാവുന്നതാണ്. പക്ഷേ ആർക്കും സ്കോർ ലഭിക്കുന്നതല്ല. 3ാമത്തെയും 4ാമത്തെയും റൗണ്ടിൽ 10 സ്കോർ വീതമാണ്. പാസ് ചെയ്ത് ലഭിക്കുന്നയാൾക്ക് 5 സ്കോറായിരിക്കും ലഭിക്കുക. പ്രിയമുള്ള കൂട്ടുകാരെ, റേഡിയോ ടീച്ചർ പരിപാടിയിൽ ഈ ക്വിസ് പ്രോഗ്രാമുകൾ ഇങ്ങനെ നടത്തുന്നത് നമുക്ക് SSLC പരീക്ഷയെ സഹായിക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഈ ഫിസിക്സ് ക്വിസ് പ്രോഗ്രാമിൽ എല്ലാ അധ്യായങ്ങളും ചാപ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ക്വിസ് പ്രോഗ്രാം കഴിയുമ്പോഴേക്കും എല്ലാ അധ്യായത്തിൻ്റെയും ഒരു റിവിഷൻ എന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവപ്പെടുക. അത് നിങ്ങൾക്ക് SSLC ഫിസിക്സ് പരീക്ഷയിൽ ഏറെ സഹായകരം ആവുന്നതാണ്. നമുക്ക് ക്വിസ് പരിപാടി ആരംഭിക്കാം. 1ാമത്തെ ചോദ്യം ടീം എയോടാണ്. ഊർജ്ജമാറ്റത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഊർജ്ജമാറ്റം കഴിഞ്ഞ SSLC പരീക്ഷകളിലൊക്കെ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്? ടീം എയോടാണ് ചോദ്യം. രാസോർജം വൈദ്യുതോർജ്ജമായി മാറും. ഉത്തരം തെറ്റാണ്. ടീം ബി. ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ശരിയായ ഉത്തരമാണ്. ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജിയാണ്. ടീം എ പറഞ്ഞത് നേരെ തിരിഞ്ഞുപോയി. അതായത് സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഉപയോഗിക്കുമ്പോഴല്ല, ചാർജ് ചെയ്യുമ്പോഴാണ്. ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ടാണ് മാറുന്നത്. വിവിധ ഊർജ്ജമാറ്റങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം വൈദ്യുതോർജ്ജമാണ്. ബൾബുകളിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. താപനോപകരണങ്ങളിൽ, അതായത് ഹീറ്റിംഗ് ഡിവൈസസുകളിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഇങ്ങനെ വൈദ്യുതോർജ്ജം പല ഊർജ്ജമായിട്ട് മാറുന്നത് നിങ്ങൾക്കറിയാം. ടീം എക്ക് പോയിന്റ് ലഭിച്ചില്ല. ടീം ബിക്ക് പാസ് ചെയ്ത് ലഭിച്ചതായതുകൊണ്ട് 3 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ഇരട്ടിയായാൽ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര മടങ്ങ് വർദ്ധിക്കും? ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡബിൾഡ്, ഹൗ മച്ച് ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്?
1/4. ഉത്തരം തെറ്റാണ്. ടീം സിയിലേക്ക് പാസ് ചെയ്തു പോയിരിക്കുന്നു. 4 മടങ്ങ്. 4 ടൈംസ് ആണ് ശരിയായ ഉത്തരം. ടീം സിക്ക് പാസ് ചെയ്ത് ലഭിച്ചതായതുകൊണ്ട് 3 സ്കോർ. അവിടെ ശ്രദ്ധിക്കുക, കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, H=I²RT ആണ്. അപ്പോൾ I ഡബിൾ ആയി കഴിഞ്ഞാൽ ഹീറ്റ് അതിൻ്റെ സ്ക്വയറായിട്ട് വർദ്ധിക്കും, അതായത് 4 ടൈംസ് വർദ്ധിക്കും. I 3 ടൈംസ് ആണെങ്കിൽ 3 മടങ്ങാണെങ്കിൽ അത് അതിൻ്റെ സ്ക്വയറായ 9 ടൈംസ് അങ്ങനെ വർദ്ധിക്കും. അപ്പോൾ ആ കാര്യം ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ഇൻകാൻഡിസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റായി ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫിലമെന്റ്സ് ഇൻ ഇൻകാൻഡിസെന്റ് ലാംപ്സ്? ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ ഉത്തരം വളരെ ശരിയാണ്. ടീം സിക്ക് 5 സ്കോർ. ടങ്സ്റ്റണ് പോലെ തന്നെ മറ്റ് 2 വയറുകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് നിക്രോമാണ്, മറ്റൊന്ന് ഫ്യൂസ് വയറാണ്. ഇവ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൻ്റെ പെക്യുലാരിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്. ടങ്സ്റ്റൺ പോലെ നിക്രോം, അതുപോലെ മറ്റൊന്നാണ് ഫ്യൂസ് വയർ. അപ്പോൾ നിക്രോമിൻ്റെ പെക്യുലാരിറ്റീസ് നിങ്ങൾക്കറിയാം. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹീറ്റ് ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ. ചുവന്ന് ചുട്ടുപഴുത്ത് താപം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നിക്രോമിന്. അതേസമയം ടങ്സ്റ്റണ് ധവളപ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ്. അതുപോലെ ഫ്യൂസ് വയർ. ഇവയുടെ 3ൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചു നോക്കണം. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമത്തിൽ ചാലകത്തിൻ്റെ ചലനദിശ സൂചിപ്പിക്കുന്നത് ഏത് വിരലാണ്? വിച്ച് ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? തമ്പ് ഫിംഗർ. തം ഫിംഗർ ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. മറ്റ് ഫിംഗറുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് പറയാമോ നിങ്ങൾക്ക്? 4 ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ. 4 ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം പോലെ തന്നെ ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം കൂടിയുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഒന്നിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ, അത് മോട്ടോറിലാണ്. ജനറേറ്ററിൽ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ ദിശ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതും കൂടെ ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. റെഡിയല്ലേ? ഒരു മോട്ടോറിൽ ഓരോ അർദ്ധഭ്രമണത്തിലും ആർമേച്ചറിലേക്കുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറ്റുന്ന ഭാഗം ഏതാണ്? വിച്ച് പാർട്ട് ഓഫ് ദ മോട്ടോർ help to change the direction of current through the coil after every half rotation? സ്പ്ലിറ്റ് റിംഗ്. സ്പ്ലിറ്റ് റിംഗ്സ് ഉത്തരം ശരിയാണ്. മോട്ടോറിന്റെ മറ്റു ഭാഗങ്ങൾ ഏതൊക്കെയാ? ആർമേച്ചർ ഉണ്ട്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ബ്രഷസ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. മോട്ടോർ പോലെ തന്നെ ജനറേറ്ററും ഉണ്ട് അല്ലേ? അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ചോദ്യം ടീം ഇയോട് തന്നെയാണ്. ഇനി റിവേഴ്സ് ഓർഡറിലാണ് അടുത്ത ചോദ്യങ്ങൾ വരിക. ടീം ഇ ശ്രദ്ധിക്കുക. ഒരു സോളിനോയിഡിൻ്റെ ഒരഗ്രത്ത് നിന്ന് നോക്കുമ്പോൾ ആ അഗ്രത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ അഗ്രത്തിൽ രൂപപ്പെട്ടത് ഏത് കാന്തിക ധ്രുവമായിരിക്കും? ഫൈൻഡ് ഔട്ട് ദ പൊളാരിറ്റി അറ്റ് ദ എൻഡ് ഓഫ് എ സോളിനോയിഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നോർത്ത് പോൾ. നോർത്ത് പോൾ ഉത്തരം തെറ്റാണ്. ടീം ഡിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. സൗത്ത് പോൾ. ശരിയായ ഉത്തരം. ടീം ഡിക്ക് 3 സ്കോർ ലഭിച്ചിരിക്കുന്നു. സോളിനോയിഡിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് സോളിനോയിഡ്? An insulated wire wound in the shape of a helix. ഹെലിക്സിന്റെ ഷേപ്പിൽ ചുറ്റിയിരിക്കുന്ന ഇൻസുലേറ്റഡ് വയറാണ് സോളിനോയിഡ്. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെ. EMFന്റെ പൂർണ്ണ രൂപം എന്താണ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് EMF? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉത്തരം ശരിയാണ്. ടീം ഡിക്ക് 5 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാവുക അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും ഉണ്ട്. ഇൻഡ്യൂസ്ഡ് EMF തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാവും. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ആർമേച്ചറിന്റെ ഒരു മുഴുവൻ കറക്കത്തിനെടുക്കുന്ന സമയത്തെ എന്ത് വിളിക്കുന്നു?
The time taken by the armature coil for a full rotation is called dash. പീരീഡ്. ഉത്തരം ശരിയാണ്. 5 സ്കോർ ലഭിച്ചിരിക്കുന്നു. പീരിയഡിനെ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക? ടി ആണ് പീരിയഡിന് ഉള്ള അക്ഷരം. ഫ്രീക്വൻസി പീരിയഡും തമ്മിൽ ബന്ധമുണ്ട്. ആർക്കെങ്കിലും അറിയോ ഫ്രീക്വൻസിയും പീരിയഡും തമ്മിലുള്ള റിലേഷൻ? ടീം ഡി പറഞ്ഞോളൂ. സൈക്കിൾ ഓഫ് എ സി ബൈ ടൈം ഇസ് ഈക്വൽ ടു പെർ സെക്കൻഡ് ഈക്വൽ ടു ഫ്രീക്വൻസി. പീരിയഡും ഫ്രീക്വൻസിയും ഇൻവേഴ്സലി പ്രൊപ്പോർഷണലാണ്. അതായത് പീരിയഡിന്റെ വ്യുൽക്രമമാണ് ഫ്രീക്വൻസി, തിരിച്ചും. അതായത് എഫ് ഈക്വൽ ടു 1/t, ടി ഈക്വൽ ടു 1/f. ഇതാണ് അവ തമ്മിലുള്ള ബന്ധം. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. 50 ഹെർട്സ് 50 ഹെർട്സ് എ സി കറണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറണ്ടിന്റെ ദിശ മാറുന്നുണ്ട്? വെൻ 50 ഹെർട്സ് എ സി ഈസ് യൂസ്ഡ്, ഹൗ മെനി ടൈംസ് will the direction of current change in the circuit? 100 times. 100 times ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ് ലഭിച്ചു. എ സി കറണ്ടിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസിയാണ് 50 ഹെർട്സ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററിൽ ഇൻ എഫക്റ്റ് ആയിട്ട് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 50 സൈക്കിളുകൾ ഉണ്ടാവുന്നുണ്ട് അതിന്റെ ആർമേച്ചറിൽ. ടോട്ടൽ അതിന്റെ എഫക്റ്റ് വരുമ്പോൾ ആർമേച്ചർ കറങ്ങുന്നു. അതാണ് അതിന്റെ അർത്ഥം 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്ത്യയിലാണ് 50 ഹെർട്സ്. മറ്റു രാജ്യങ്ങളിൽ 50 ഹെർട്സ് ആകണമെന്നില്ല. 50 ഹെർട്സിൽ കൂടുതലുള്ളതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എ സി 50 ഹെർട്സിലാണ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് റെക്ടിഫയർ. ഇതിന്റെ പ്രധാന ഘടകം ഒരു ഇലക്ട്രോണിക് ഘടകമാണ്. ആ ഇലക്ട്രോണിക് ഘടകത്തിന്റെ പേരെന്താണ്? നെയിം ദ മെയിൻ പാർട്ട് ഓഫ് റെക്ടിഫയർ വിച്ച് ഈസ് എൻ ഇലക്ട്രോണിക് കമ്പോണന്റ്. സ്പ്ലിറ്ററിംഗ് ഉത്തരം തെറ്റാണ്. ചോദ്യം ടീം ഇയിലേക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. അറിയില്ല. ഇനി ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഡയോഡ്. ടീം സി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഡയോഡ് കറക്റ്റ് ആൻസർ ആണ്. റെക്ടിഫയർ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. മൊബൈൽ ചാർജ് ചെയ്യാനും എമർജൻസി ലൈറ്റുകൾ ചാർജ് ചെയ്യാൻ ഒക്കെ നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡിവൈസിനുള്ളിൽ തന്നെ ആയിരിക്കും, പുറത്ത് കാണില്ല. നമുക്ക് വീടുകളിൽ കിട്ടുന്ന സപ്ലൈ എ സി ആണ്. അതിനെ ഡി സി ആക്കി മാറ്റുന്ന റെക്ടിഫയറിലെ പ്രധാന ഭാഗം ഡയോഡാണ്. കൂടാതെ ട്രാൻസ്ഫോമറും അതിനകത്ത് ഉണ്ട്, വോൾട്ടേജ് കുറക്കാനും ഒക്കെ ആയിട്ട്. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഒന്നാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ഓരോ ടീമിനും ലഭിച്ച സ്കോർ ഇപ്രകാരമാണ്. ടീം എ സ്കോറൊന്നും ഇതുവരെ നേടിയിട്ടില്ല. ടീം ബി 8 മാർക്ക്, ടീം സി 13 മാർക്ക്, ടീം ഡിക്കും 13 മാർക്ക്, ടീം ഇക്ക് 5 മാർക്ക്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. നമുക്ക് രണ്ടാം റൗണ്ടിലേക്ക് പോകാം. ശരിയുത്തരത്തിന് 5 സ്കോർ. പാസ് ചെയ്ത് ശരിയുത്തരം പറയുകയാണെങ്കിൽ 3 സ്കോർ ലഭിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു സമതല ദർപ്പണത്തിലെ പ്രതിപതന കോൺ 40 ഡിഗ്രി ആണെങ്കിൽ പതനരശ്മിയും ദർപ്പണവും തമ്മിലുള്ള കോൺ അളവ് എത്രയായിരിക്കും? ഇഫ് ദ റിഫ്ലക്റ്റഡ് ആംഗിൾ ഈസ് 40 ഡിഗ്രി, വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ പ്ലെയിൻ മിറർ? 40 ഡിഗ്രി. 40 ഡിഗ്രി ഉത്തരം തെറ്റാണ്. ടീം ബിയിലേക്ക് പാസ് ചെയ്തു പോയി. 50 ഡിഗ്രി ഉത്തരം ശരിയാണ്. ആ ചോദ്യത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആയിരിക്കും, അത് നമുക്കറിയാം. ഇവിടെ റിഫ്ലക്റ്റഡ് ആംഗിൾ തന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഇൻസിഡന്റ് ആംഗിളും മിററും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചിത്രം സഹിതമായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഏതായാലും ടീം ബിക്ക് 3 സ്കോർ ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഒരു ഗോളീയ ദർപ്പണം പ്രതിബിംബം രൂപപ്പെടുത്തിയപ്പോൾ ആവർധനം പോസിറ്റീവ് ആണെങ്കിൽ പ്രതിബിംബത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ പറയുക. ഗിവ് 2 nature of the image formed by a spherical mirror if the magnification is positive. Virtual and erect. ഉത്തരം ശരിയാണ്. മാഗ്നിഫിക്കേഷൻ
പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പോസിറ്റീവ് ആകുമ്പോൾ നിവർന്ന പ്രതിബിംബമാണ് ഉണ്ടാവുക, ഇറക്റ്റ് ആയിട്ടുള്ള പ്രതിബിംബങ്ങളാണ് ഉണ്ടാവുക. ഇറക്റ്റ് ആയിട്ടുള്ള പ്രതിബിംബങ്ങൾ എപ്പോഴും അതിൻ്റെ ആവർത്തനം വരുന്നത് പോസിറ്റീവ് ആയിരിക്കും. തലകീഴായി ലഭിക്കുന്ന പ്രതിബിംബങ്ങൾ യഥാർത്ഥമായിരിക്കും. അതിൻ്റെ ആവർത്തനം വരുന്നത്, മാഗ്നിഫിക്കേഷൻ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആവർത്തനം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കി തന്നെ നമുക്ക് ഇമേജിൻ്റെ പ്രത്യേകതകൾ പറയാൻ വേണ്ടി സാധിക്കും. ടീം ബിക്ക് 5 സ്കോർ ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. സ്നെൽസ് നിയമവുമായി ബന്ധപ്പെട്ട സമവാക്യം, ഇക്വേഷൻ ഏതാണ്? സൈനൈ ബൈ സൈനാർ. സൈനൈ ബൈ സൈനാർ ആണ് ഈക്വൽ ടു അപവർത്തനാങ്കം എൻ. എൻ ആണ് അപവർത്തനാങ്കം സൂചിപ്പിക്കുന്ന അക്ഷരം. എൻ ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഇതിൽ സൈൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്താണ് സൂചിപ്പിക്കുന്നത്? പതനകോൺ, അതായത് ഇൻസിഡന്റ് ആംഗിൾ ആണ്. ആർ സൂചിപ്പിക്കുന്നത് അപവർത്തന കോൺ. ഇവിടെ അപവർത്തനാണ്, പ്രതിപതനല്ല. അതുകൊണ്ട് അപവർത്തന കോണാണ് ആർ സൂചിപ്പിക്കുന്നത്. അതിന്റെ സൈൻ വാല്യൂ തമ്മിലുള്ള റേഷ്യോ ആണ് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുമായി ബന്ധപ്പെട്ട ആ നിയമമാണ് സ്നെൽസ് നിയമം എന്നറിയപ്പെടുന്നത്. അവിടെ പലപ്പോഴും ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് SSLC പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. 2023 SSLC, 2020 SSLC, 2020 മോഡൽ എക്സാം, 2022 മോഡൽ എക്സാം, ഇതിലൊക്കെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 തരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ നമ്മൾ പറയാറുണ്ട്. ഒന്ന് കേവല അപവർത്തനാങ്കം, മറ്റൊന്ന് ആപേക്ഷിക അപവർത്തനാങ്കം. ഇവ ഓരോന്ന് എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചു വച്ചിരിക്കണം. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ചെറിയൊരു ഡെഫിനിഷൻ, ലെൻസിന്റെ ഡെഫിനിഷൻ. ലെൻസ് എന്നാൽ എന്താണ്? ഡിഫൈൻ ലെൻസ്. എ ട്രാൻസ്പാരന്റ് മീഡിയം ഹാവിംഗ് 2 സ്പെറിക്കൽ സർഫേസസ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ലെൻസിന്റെ 2 വശവും ഒരു സ്ഫെറിക്കൽ ആകൃതിയിലുള്ള ഭാഗങ്ങളുള്ളതാണ് ലെൻസ്. അത് സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ്. അതിലൂടെ ലൈറ്റ് കടന്നു പോകും. വിവിധ തരം ലെൻസുകളുണ്ട്. ലെൻസിനെ കൊണ്ട് ധാരാളം ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ ടീം ഡിക്ക് 5 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യം തന്നെ. ലെൻസുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേര് പറയുക. നെയിം എനി 2 ഡിവൈസസ് ഇൻ വിച്ച് ലെൻസസ് ആർ യൂസ്ഡ്. ക്യാമറ, ടെലിസ്കോപ്പ്. ഉത്തരം ശരിയാണ്. ടീം ഇക്ക് 5 സ്കോർ ലഭിച്ചിരിക്കുന്നു. ലെൻസുകൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ കണ്ണട, സ്പെക്ടക്കിൾസ്, അതുപോലെ ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ബൈനോക്കുലർ, ഇതുപോലുള്ള ഉപകരണങ്ങളിലൊക്കെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ചോദ്യവും ടീം ഇയോട് തന്നെയാണ്. ദീർഘദൃഷ്ടിയുള്ളയാളുടെ നിയർ പോയിന്റിലേക്കുള്ള അകലം എത്രയായിരിക്കും? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ് ഫോർ സം പേഴ്സൺ വിത്ത് ഹൈപ്പർ മെട്രോപ്പിയ? ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടി. മോർ ദാൻ 25. വെരി ഗുഡ്, നല്ല ആൻസർ ആണ്. മോർ ദാൻ 25, 25 സെന്റിമീറ്ററിലും കൂടുതലാണ് ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള ആളുടെ നിയർ പോയിന്റ്. ടീം ഇക്ക് 5 സ്കോർ ലഭിച്ചിരിക്കുകയാണ്. ഒരു ആരോഗ്യമുള്ള കണ്ണിന്റെ നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്, 25 സെന്റിമീറ്റർ ആണ്. നിയർ പോയിന്റ് പോലെ തന്നെ ഫാർ പോയിന്റ് ഉണ്ട്. അറിയാലോ, ഫാർ പോയിന്റ് എത്രയാണ്? ഇൻഫിനിറ്റി ആണ് ഫാർ പോയിന്റ്. നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിട്ടപ്പോൾ അത് സപ്തവർണ്ണങ്ങളായി വേർതിരിഞ്ഞു. ഈ പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു? When sunlight passes through a prism, 7 colors appeared in the screen. Name the phenomena. Dispersion. ഉത്തരം വളരെ ശരിയാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം. സൂര്യപ്രകാശം അല്ലെങ്കിൽ ധവളപ്രകാശം സപ്തവർണ്ണങ്ങൾ അടങ്ങിയതാണ്. ഇവ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട്, കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് അത് വേർതിരിഞ്ഞു വരും.
ഇതുമായി ബന്ധപ്പെട്ട് ഈ SSLC പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന്. ഇതിൽ എല്ലാ രശ്മികൾക്കും ഒരേ തരംഗദൈർഘ്യമല്ല. തരംഗദൈർഘ്യം കൂടിയത് ഇതിലേതാണ്? ചുവപ്പാണ്. തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റ് ആണ്. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ വയലറ്റ് ഏത് ഭാഗത്തേക്കാ പോവുക? ടീം സി പറയും. പ്രിസത്തിന്റെ ഏത് ഭാഗത്തേക്ക്? താഴെ മുകൾ എന്ന് പറയുന്നതിന് പകരം പ്രിസത്തിന്റെ പാദം, ബേസ്. വയലറ്റ് പ്രിസത്തിന്റെ താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ പ്രിസത്തിന്റെ പാദത്തിനടുത്തേക്ക്, ബേസിനടുത്തേക്കാണ് വയലറ്റ്. കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകുന്നത് വയലറ്റിനായിരിക്കും, കുറഞ്ഞ ഡീവിയേഷൻ റെഡിന്. ഈ ഡീവിയേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് വേവ് ലെങ്ത്. വെൻ വേവ് ലെങ്ത് ഡിക്രീസസ് ഡീവിയേഷൻ ഈസ് മോർ. വേവ് ലെങ്ത് ഡിക്രീസ് ആവും തോറും ഡീവിയേഷൻ കുറയും, ഡിക്രീസസ്. ഓക്കെ. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയി ആഘോഷിക്കുന്നത് ഏത് ആഴ്ചയാണ്? വിച്ച് വീക്ക് ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക്? ഏപ്രിൽ മാസത്തില് കറുത്ത വാവ് വരുന്ന ആഴ്ച. വെരി ഗുഡ്, നല്ല ആൻസർ ആണ്. എവറി ഇയർ ദ വീക്ക് ഓഫ് ദ ന്യൂ മൂൺ ഇൻ ഏപ്രിൽ. എല്ലാ വർഷവും ഏപ്രിലിലെ അമാവാസി മുതലുള്ള ആഴ്ച അല്ലെങ്കിൽ അമാവാസി വരുന്ന ആഴ്ച. ടീം സിക്ക് 5 സ്കോർ ലഭിക്കുകയാണ്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്തിനാണ് ആഘോഷിക്കുന്നത്? പ്രകാശ മലിനീകരണത്തിനെ ബോധവൽക്കരിക്കാൻ വേണ്ടി. പ്രകാശ മലിനീകരണം കൊണ്ട് ധാരാളം ദോഷവശങ്ങളുണ്ട്. ടീം എക്ക് എന്തെങ്കിലും പറയാമോ? ഒരു ദോഷവശം? ആകാശക്കാഴ്ച മറക്കുന്നു. ആകാശത്തിലെ കാഴ്ച, നക്ഷത്രങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ അസാധ്യമായി വരും രാത്രിയിൽ ലൈറ്റ് ഉണ്ടായാൽ. ടീം ബിക്ക് പറയാമോ മറ്റൊന്ന്? മിസ്ലീഡ്സ് മൈഗ്രേഷൻ ഓഫ് ബേർഡ്സ്. ബേർഡ്സിന്റെ മൈഗ്രേഷനെ എഫക്ട് ചെയ്യും. രാത്രി വളരെ ദൂരം സഞ്ചരിക്കുന്ന പക്ഷികളുടെ സഞ്ചാര ദിശ അവർക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പ്രകാശ മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. പ്രകാശ മലിനീകരണത്തിനെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു വീക്ക്, ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ടീം ബി ചോദ്യം ശ്രദ്ധിക്കുക. LNGയിലെ പ്രധാന ഘടകം ഏതാണ്? LNG. വാട്ട് ഈസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് LNG? മീഥെയ്ൻ. ഉത്തരം വളരെ ശരിയാണ്. ടീം ബിക്ക് 5 സ്കോർ ലഭിച്ചിരിക്കുന്നു. LNG പോലെ തന്നെ CNG ഉണ്ട് അല്ലേ? LNGയുടെ ഫുൾ ഫോം എന്താണ്? LNGയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. CNGയുടെ ഫുൾ ഫോം അറിയാമോ? ടീം ഡിക്ക് അറിയാമോ? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഈ നാച്ചുറൽ ഗ്യാസ് പെട്രോളിയം ഗ്യാസിന്റെ കൂടെ ലഭിക്കുന്നതാണ് അല്ലെ? ഈ CNGയുടെയും LNGയുടെയും പ്രധാന ഘടകം മീഥെയ്ൻ ആണ് രണ്ടിന്റെയും. LPGയുടേതോ? LPGയുടേത് ബ്യൂട്ടൈൻ ആണ്. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എങ്കിൽ ബയോഗ്യാസിന്റേതോ? വെരി ഗുഡ്, മീഥെയ്ൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഈ മേഖലയിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. CNG, LNG, അതുപോലെ LPG, അതുപോലെ ബയോഗ്യാസ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. സോളാർ കുക്കറിന്റെ ഘടന എപ്രകാരമാണ്? ഏതെങ്കിലും 2 എണ്ണം പറഞ്ഞാൽ മതി. എനി 2 സ്പെഷ്യാലിറ്റീസ് ഓഫ് സോളാർ കുക്കർ ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ. ഉൾഭാഗം കറുത്ത നിറം. ഉൾഭാഗം കറുത്ത നിറം ഒരു ഉത്തരമായി. പുറംഭാഗത്ത് ദർപ്പണം. ഒരു കണ്ണാടി കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ദർപ്പണം കൂടെ അതിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉത്തരം വളരെ ശരിയാണ്. ടീം എക്ക് 5 സ്കോർ ലഭിച്ചിരിക്കുകയാണ്. സൗരോർജത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിവൈസാണ് സോളാർ കുക്കർ. ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിന്റെ അകവശം കറുത്ത പെയിന്റ് അടിച്ചിട്ടുണ്ട്. എന്തിനാണ് കറുത്ത പെയിന്റ് അടിച്ചിരിക്കുന്നത്? കറുത്ത നിറത്തിന് താപത്തെ കൂടുതലായി ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ ഒരു മിറർ കൂടെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനാണ് മിറർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? കൂടുതൽ സൂര്യപ്രകാശത്തെ ഈ ബോക്സിനുള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോളാർ കുക്കറിന്റെ പരിമിതി എന്താണ്? സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ കുറെ സമയമെടുക്കും, ദീർഘനേരം പാചകം ചെയ്യേണ്ടി വരും. അതാണ് സോളാർ കുക്കറിന്റെ ഡീമെറിറ്റുകൾ. 2ാമത്തെ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 2ാമത്തെ റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച മാർക്ക് ഇപ്രകാരമാണ്. ടീം എ 5 സ്കോർ,
ടീം ബി 13, ടീം സി 10, ടീം ഡി 10, ടീം ഇ 10. രണ്ട് റൗണ്ട് പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും കിട്ടിയിരിക്കുന്ന ആകെ സ്കോർ ഇപ്രകാരമാണ്. ടീം എ GHSS പാലയാട് ടോട്ടൽ സ്കോർ 5, ടീം ബി GHSS പള്ളിക്കുന്ന് ടോട്ടൽ സ്കോർ 21, ടീം സി GHSS ചേലോറ ടോട്ടൽ സ്കോർ 23, ടീം ഡി AVS GHSS കരിവള്ളൂർ 23, ടീം ഇ ചെമ്പിലോട് HSS ടോട്ടൽ സ്കോർ 15. ടീം സിയും ടീം ഡിയും 23 വീതം സ്കോർ നേടി മുന്നിൽ നിൽക്കുകയാണ്. ടീം സി GHSS ചേലോറ, ടീം ഡി AVS GHSS കരിവള്ളൂർ. ഇവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നാളെ ഇതേ സമയം ഭൗതികശാസ്ത്ര പ്രശ്നോത്തരി 2ാം ഭാഗം. ക്വിസ് മാസ്റ്റർ KV പ്രദീപ് കുമാർ. ഫിസിക്സ് അധ്യാപകൻ മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തളിപ്പറമ്പ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ